ഞാൻ വാങ്ങിയ വാൻഡകളിൽ എല്ലാത്തിലും തന്നെ ഓരോ പ്രാവശ്യവും പൂണ്ടായതിനു ശേഷം ഒരു 3 മാസത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും അവർ പൂ തരും കേട്ടോ വാൻഡ. അപ്പോൾ ഈ വാൻഡയ്ക്കായാലും അതുപോലെ ഓർക്കിഡ് പോലെയുള്ള ഏത് ചെടികൾക്കും എൻ്റെ ഒരു അഭിപ്രായം 19 അത് സ്പ്രേ ചെയ്ത് ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കുന്നത് വളർച്ചയ്ക്കും പൂവിടാനും വളരെ നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട്, ആളുടെ പേര് ബോബി എന്നാണ്, അദ്ദേഹം ഒത്തിരി ഓർക്കിഡുകളെ വെറൈറ്റീസ് അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തും ഞാൻ ചോദിച്ചു എങ്ങനെയാണ് ഇതിലൊക്കെ ഇത്ര വേഗം പൂക്കളാകുന്നതെന്ന്, അതുപോലെ വലിപ്പമുള്ള പൂക്കൾ, നല്ല നിറമുള്ള പൂക്കൾ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് വേറെ ഒന്നും വേണ്ട, നമ്മുടെ 19 NPK അത് ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസമെങ്കിലും നമ്മൾ വെള്ളത്തിൽ സാധാരണ നമ്മൾ സ്പ്രേ ചെയ്യാനായിട്ട് നനയ്ക്കുന്ന സമയത്ത് അത് ഡൈല്യൂട്ട് ചെയ്ത് അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ഫംഗിസൈഡ്, ഒരു എന്തെങ്കിലും ഇപ്പോൾ നമുക്ക് മേടിക്കാൻ കിട്ടുന്ന മാജിക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമുക്ക് കിട്ടുന്ന അതും കൂടി ഒരല്പം ചേർത്ത് അടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ചീച്ചിൽ രോഗമോ അല്ലെങ്കിൽ പൂക്കൾ നശിച്ചു പോകുന്ന കീടങ്ങൾ നശിപ്പിക്കുന്ന അതൊന്നും വരില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു വലിയൊരു കാഴ്ച വലിയ സന്തോഷമാണ് കേട്ടോ. ഒത്തിരി പേര് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഓർക്കിഡുകൾ ഇതുപോലെ പൂക്കൾ ഉണ്ടാവണേന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം, നമ്മൾ ആഴ്ചയിൽ 2-3 പ്രാവശ്യമെങ്കിലും ഇവർക്ക് സ്പ്രേ ചെയ്തിട്ടുള്ള വളങ്ങൾ കൊടുക്കണമെന്നുള്ളതാണ്. അപ്പോൾ ഒത്തിരി തോന്നിയ ഒരു പ്രത്യേക തരം കളർ അല്ലേ, എത്ര വലിപ്പമാണെന്നറിയോ ഓരോ പൂവിനും. മാത്രമല്ല ഇതൊരു 3 മാസം അല്ലെങ്കിൽ 2 മാസമൊക്കെ, കുറഞ്ഞത് 2 മാസമെങ്കിലും നമ്മുടെ ഈ ചെടിയിൽ നിൽക്കും എന്നുള്ളതാണ്. ഞാനത് മാവിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. അത്യാവശ്യം പാർഷ്യലി വെയിലും അതുപോലെ തണലും കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇവരെ വളർത്തേണ്ടത്. അപ്പോൾ ഈ ഒരു കെയറിങ്ങും ഈ പൂക്കളുടെ കാഴ്ച ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടം അറിയിച്ചോളൂ കേട്ടോ.